ഹായ് ഓൾ ഇന്ന് എൻ്റെ കസിൻ്റെ ബിസിനസ് ആവശ്യത്തിനായി പരപ്പനങ്ങാടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അക്ഷയ് ഭവനിലാണ് കേട്ടോ പോയത്. ബയ്യ ഓർഡർ ചെയ്ത മസാല ദോശ വന്നപ്പോൾ മൂപ്പരിനെ അങ്ങോട്ട് വല്ലാണ്ട് ഹാപ്പി ആയിപ്പോയി. ഇമ്മയും കുഞ്ഞാൻ്റെയോ പൂരിയാണ് ഓർഡർ ചെയ്തത്, ഞാനാണെങ്കിലോ ഒരു നെയ് റോസ്റ്റും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോടിലേക്ക് പോയിട്ടോ. അവിടെ ഞങ്ങളെ ചുമ്മി പിക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. റഹ്മത്തിൽ പോകണോ സൂഫി പോകുന്നതെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടോ. ലാസ്റ്റ് സൂഫി തന്നെ ഡിസൈഡ് ചെയ്തു. ഞാനും കുഞ്ഞാനി അണി അൽഫാം ഓർഡറാക്കി. ബയ്യാണെങ്കിലോ സാധാ നോർമൽ ചിക്കനാണ്. ചുമ്മി ആണെങ്കിൽ പെരി പെരി ഓർഡർ ചെയ്തു. ഇമ്മയാണെങ്കിലും പെപ്പർ അൽഫാം ഓർഡർ ചെയ്തു. എല്ലാം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ മന്തി കഴിച്ചതിന് ശേഷം എനിക്ക് പാലക്കാടത്തെ ഏത് മന്തി ഇഷ്ടമല്ല. പാലക്കാടത്തെ നെഹദി കൊള്ളാനെങ്കിലും സൂഫിത്തെ അൽമന്തി അത്ര പോരാ. അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. എനിക്കും ചുമ്മിക്കാണെങ്കിൽ ഉപ്പുമാങ്ങനെ ഒരു ഒബ്സഷൻ ഉണ്ട്. അപ്പം ഞങ്ങളതാ അതിനുശേഷം ഒരു ഉപ്പുമാമയും വാങ്ങി കഴിക്കുകയായിരുന്നു. ഈ ബയ്യാക്കാണെങ്കിലോ ഐശ്വര്യത്തി ഇഷ്ടമാണ്. ഐശ്വര്യത്തി ഇഷ്ടമുള്ള ആകെ കൂടെയുള്ള ഒരാൾ ഞങ്ങളിൽ ബയ്യ മാത്രമാണ് കേട്ടോ. ഉമ്മമാരാണെങ്കിൽ അത് കൊയ്യാക്ക ഉപ്പിലിട്ടത്. അന്നാണെങ്കിലോ വയറിന് ഒരു റെസ്റ്റും ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റൻറ്റ് ഫുഡ് സ്പോട്ടിൽ പോകലായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ സൈൻ ലബാനിൽ പോയി അവിടുത്തെ പിസ്റ്റാഷ്യോ കുനാഫ ട്രൈ ആക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മാംഗോൻ്റെ ഒരു ഫ്ലേവറുള്ള സംഭവം വാങ്ങാമെന്ന് വിചാരിച്ചു. അത് ആകെ രസമുണ്ടാവില്ലേ എന്നുള്ള ആകെ കൂടി ഒരു സ്കെപ്റ്റിക്കലായിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം നല്ല രസമുണ്ടായിരുന്നു. മാങ്ങയുടെ ആ പുളിപ്പും മധുരവും ആ കുനാഫയും കറക്റ്റായിട്ട് പോകണ്ടായിരുന്നു അതിൻ്റെ സോസുമായിട്ട്. എല്ലാവരും വളരെയധികം തന്നെ ഇഷ്ടമായി. ഞങ്ങളുടേതാ ഈ കുഞ്ഞി വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അന്നത്തെ ഫുള്ള് വ്ളോഗ് കാണുകയാണെങ്കിൽ ഞാൻ താഴെ വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.